വെൽക്കം ബാക്ക് ടു ചാനൽ ഗൈസ്. അപ്പോൾ ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഗൈസ്, ഞാൻ ഇതുവരെ ഒരു 4-5 ഷോർട്സ് ഒക്കെ ഇട്ടിരുന്നു കേട്ടോ. പക്ഷെ ഈ വീഡിയോ എന്ന് വെച്ചാൽ എൻ്റെ ഫസ്റ്റ് വ്ളോഗാണ്. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. അപ്പോൾ ഗൈസ്, ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്ന് വെച്ചാൽ ഇത് ചിക്കൻ ഫ്രൈഡ് റൈസ് ആണ് കേട്ടോ. ഇന്നത്തെ റെസിപ്പി ചിക്കൻ ഫ്രൈഡ് റൈസ് ആണ്. അപ്പോൾ ഗൈസ്, ഇത് ഈ റെസിപ്പി എന്താ പറയുക, ഈ റെസിപ്പി നല്ല സ്പെഷ്യലാണ്. കാരണം ഇന്ന് ഞാനാണ് ഇവിടുത്തെ മെയിൻ കുക്ക് കേട്ടോ. എൻ്റെ അമ്മ ഹെൽപ്പ് ചെയ്യും എനിക്ക്, എന്നിട്ട് പറഞ്ഞു തരും എങ്ങനെ ചെയ്യേണ്ടതെന്ന്. പക്ഷെ ഇവിടെ ഞാനാണ് ഇന്ന് മെയിൻ കുക്ക്. അതുകൊണ്ടാണ് ഈ വീഡിയോന് ഒരു കുറച്ച് സ്പെഷ്യൽ കേട്ടോ. അതുകൊണ്ടാണ് ഈ വീഡിയോ സ്പെഷ്യല്. അപ്പോൾ നമുക്ക് കിച്ചണിലേക്ക് പോയാലോ ഗൈസ്. അപ്പോൾ നമ്മുടെ ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പിയൊക്കെ തുടങ്ങാൻ പോവാണ്, സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഗൈസ്, ഞാൻ ചില ഇൻഗ്രീഡിയൻസ് എനിക്ക് കാണിച്ചു തരാം, അത് ഉണ്ടാക്കാം കേട്ടോ. ഫസ്റ്റ് ഇവിടെ ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, ക്യാപ്സിക്കം, പിന്നെ കൊറിയാണ്ടർ ലീവ്സ്, പിന്നെ ബീൻസ്, ഓനിയൻ. അപ്പോൾ നമ്മുടെ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്താ പറയുക, ചിക്കൻ വേവിക്കാൻ, ഫ്രൈഡ് റൈസിന് ചിക്കൻ വേവിക്കാൻ വേണ്ടി എണ്ണ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. പാത്രത്തിലേക്ക് എണ്ണ ഒഴിച്ച് സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഇവിടെ എണ്ണ ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചിക്കൻ ഇടാം. ഓരോന്നായിട്ട് ഞാൻ ഇപ്പോൾ ഇടുന്നു കേട്ടോ. ഇനി കുറച്ച് ഉപ്പിടാം കേട്ടോ. ഇനി കുറച്ച് പെപ്പർ പൗഡർ ഇടാം കേട്ടോ. അപ്പോൾ നമ്മുടെ ചിക്കന് പിന്നത്തെ സ്റ്റൗവിൽ, ഈ സ്റ്റൗവിൽ വേറെ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. നമ്മുടെ ചിക്കൻ ഇവിടെ നല്ല സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ എൻ്റെ അമ്മ മുട്ട പൊരിക്കാൻ വേണ്ടിയിട്ട് ഇതിലൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. ഞാൻ ഇപ്പൊ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞാൻ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ചിക്കൻ ഇവിടെ വേവിച്ച് സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമുക്കിനി മുട്ട പൊരിക്കാൻ വേണ്ടി മുട്ട പൊരിക്കാം. അപ്പോൾ നമ്മൾ ഫ്രൈഡ് റൈസിനുള്ള അരി വേവിക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ എന്താ പറയുക, ചിക്കൻ വേവിച്ചതും പിന്നെ മുട്ട പൊരിച്ചതും പിന്നെ ജിഞ്ചർ പിന്നെ ഗാർലിക്കും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. ഇത് ചിക്കൻ വേവിച്ചത്, ചിക്കൻ വേവിച്ചതാണ് കേട്ടോ. എന്നിട്ട് ഇത് മുട്ട പൊരിച്ചത്, എന്നിട്ട് ഇത് ജിഞ്ചർ പിന്നെ ഗാർലിക്. അപ്പോൾ ഇത് ജിഞ്ചർ പിന്നെ ഗാർലിക് നമുക്ക് ഇതിലിടാൻ പോവാണ്. നമുക്കിടാം. തെറിക്കാൻ എനിക്ക് പേടിയാവട്ടെ. ഇനി ഇതൊക്കെ അമ്മ ചെയ്യാണ് കേട്ടോ ഗൈസ്. എൻ്റെ കൈ ഇപ്പോഴും തെറിച്ചു കേട്ടോ. ഉള്ളി അമ്മ ഇതിക്ക് ഉള്ളി ഇട്ടു. അപ്പോൾ മിക്സ് ആക്കിക്കൊണ്ടിരിക്കുകയാണ്, മിക്സ് ആക്കുകയാണ്. ഉപ്പിടാൻ പോവാണ് കേട്ടോ. ഉപ്പിട്ടു. ക്യാരറ്റ് ഇടാൻ പോവാണ്. ബീൻസ്. ഇത് നന്നായിട്ടൊന്ന് വഴറ്റണം. ക്യാപ്സിക്കം പിന്നെ ചില്ലി ഇടാൻ പോവാണ്. നിങ്ങളും ഇങ്ങനെയൊക്കെ ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ ഗൈസ്. നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ റെസിപ്പീസൊക്കെ യൂട്യൂബിൽ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഗൈസ്, ഇതൊക്കെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. കണ്ടാ പിന്നെ മനസ്സിലാവും സെറ്റ് ആയിട്ടുണ്ട്. അമ്മ ഞാനൊന്ന് ഇളക്കട്ടെ. ഇനി ഞാനാണ് ഇളക്കുന്നത്. ഫാന്റാസ്റ്റിക് ആയിട്ടുണ്ട്. ഗൈസ്, ഇന്നത്തെ മെയിൻ കുക്ക് ഞാനായതുകൊണ്ട് എനിക്ക് ഇളക്കാനൊരാഗ്രഹം കേട്ടോ. അതാണ് ഞാൻ അമ്മയുടെ അടുത്ത് ചോദിച്ച് ഇനി കുറച്ചേരം ഞാൻ ഇളക്കട്ടെ.
തിളച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല ചൂട്. സ്റ്റവിന്റെ അടുത്ത് പിന്നെ നിന്നെങ്കിൽ ചൂടുണ്ടാവാതെ ഇരിക്കുമോ അല്ലേ? നീ ഇപ്പൊ ഇങ്ങോട്ട് കയറി വന്ന എന്തിന്? മതി മതി, നിർത്ത് നിന്റെ ഷോ. ഇനി അമ്മ ചിക്കനും മുട്ടയാണ് ഇട്ട് ഇടാൻ പോണ്. ചിക്കൻ ഇട്ടു, മുട്ട ഇടാൻ പോവാണ്. ഇതിന് സോസൊക്കെ ആവശ്യമാണല്ലോ, അപ്പൊ ഇതാ സോസൊക്കെ നമ്മൾ സെറ്റാക്കി വെക്കുകയാണ് ഇവിടെ. കുറച്ച് സോയ സോസും കൂടി ഒഴിക്കാം കേട്ടോ. ഇനി റൈസ് ഇടാൻ പോവാണ്. അപ്പൊ നമ്മുടെ ലാസ്റ്റ് പരിപാടി ഇതാ ഇവിടെ റൈസ് ഇട്ടിട്ടുണ്ട്. റൈസ് ഇട്ട് കഴിഞ്ഞിട്ട് ഇതാ മിക്സ് ചെയ്ത് വെച്ച സോസ് ഇതൊക്കെ ഇടാൻ പോവാണ് കേട്ടോ. നമ്മുടെ ഫ്രൈഡ് റൈസ് ഇവിടെ നല്ല സെറ്റ് ആയിട്ടുണ്ട്, റെഡി ആയിട്ടുണ്ട് കേട്ടോ. സൂപ്പർ. ഞാൻ ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മുടെ ഫ്രൈഡ് റൈസ് ഒക്കെ ഇവിടെ നല്ല സെറ്റ് ആയിട്ടുണ്ട്. നല്ല ഫ്രൈഡ് റൈസ് ഒക്കെ ഇവിടെ കഴിച്ച് നല്ല സെറ്റായിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അതിന്. അപ്പോൾ എല്ലാവരും മസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക. ആർക്ക് ഈ റെസിപ്പി അറിയില്ല അവർ നമ്മുടെ ഈ വീഡിയോ ഒന്ന് വാച്ച് ചെയ്ത് നോക്കുക. എന്നിട്ട് ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് ട്രൈ ചെയ്യാണ് കേട്ടോ. ട്രൈ ചെയ്യാം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വേഗം വരും. അപ്പോൾ അതുവരെ ബൈ ബൈ.